അങ്ങനെ ജമ്മുവാ. പിന്നെ ഞാന് ആ ഒരു പണിക്കാരെ തെറ്റ് ചെയ്താല് വിമർശിക്കുന്ന രീതി നമുക്ക് ഒരുപാട് വാർണിംഗ് കൊടുത്തു കൂട്ടാ. വാർണിംഗ് കൊടുത്തുകാണ്ട് ഇനിയിപ്പോ മൂപ്പർ രണ്ടാമത് തെറ്റ് എന്ത് ചെയ്തോ പിന്നെ ആവർത്തിക്കുമ്പോ നമുക്ക് വിമർശിക്കാനുള്ള അധികാരമില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ മാനേജ്മെന്റിനോ കോൺട്രാക്ടറിനോ എഞ്ചിനീയറിനോ ചീത്ത പറയാ എങ്ങനെ അറിയാം? ആദ്യം 3 പ്രാവശ്യം അയാൾക്ക് പറഞ്ഞു കൊടുത്തല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒന്നുകൂടി സ്വകാര്യത്തിൽ പോയിട്ട് ഒന്നുകൂടി സ്ട്രോങ്ങിൽ ചീത്ത അറിയുന്നേ. എനിക്ക് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞതല്ലേ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂലേ? എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇത് പണിക്ക് വരണ്ട, എന്റെ പണി എന്താ വെച്ചാൽ നോക്കെ വേറെ പണിക്ക് വേറെ അങ്ങനൊന്നും പറഞ്ഞ ശരിയാതെ പിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാ? ശക്തമായിട്ട് ചീത്ത അവനെ ഒഴിവാക്കാൻ. ഇനി വേണ്ട ചീത്ത അത് ആളടിയിട്ട് ചീത്ത പറയണ്ട. അതെന്ത് ചെയ്യാ? അയാള് ഈ പറഞ്ഞിട്ട് അനുസരിക്കണം ഞാന്നുണ്ടെങ്കിൽ അയാള് സ്വകാര്യത്തിൽ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടും അയാള് പിന്നെ ഇത് പിന്നെ ആവർത്തിക്കണം. അയാൾക്ക് ഈ പറഞ്ഞതിനോടൊന്നും യാതൊരു ഇതും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈൻഡും ചെയ്യണം ഞാന്നുണ്ടെങ്കിൽ അയാൾ എനിക്ക് അപ്പൊ എനിക്ക് എന്താ ചെയ്യാ? അയാളെ ഒഴിവാക്കാനുള്ള അധികാരം എനിക്കുണ്ട്. പിന്നെ അതും ആളടിയിട്ട് എനിക്ക് എന്താ ചെയ്യാ? രണ്ടാമത്തെ വിഷയം പറഞ്ഞുതരാം. ഇനി ഇപ്പൊ ഞാൻ മാനേജർ, ഞാൻ കോൺട്രാക്ടർ ആണല്ലോ. ഞാൻ ആ തെറ്റ് ഇയാൾ തെറ്റ് ചെയ്യാൻ കാണില്ല. എന്റെ വർക്കേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ വ്യക്തി ഇങ്ങനെ തെറ്റ് ചെയ്യണ്ട് എന്നുള്ളത്. ആ വർക്കേഴ്സ് എന്നോടൊന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താ പറയാ അയാളോട്, പിന്നെ അല്ല എന്നെ പറ്റിങ്ങനെ പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്താണ് വിഷയം, ഞാൻ ചെയ്തീനാ അത് കോൺട്രാക്ടർ ചോദിക്കാം. പക്ഷെ ഈ പണിക്കാരൻ ചെയ്തതിന് ശരിയാണോ തെറ്റാണോ ചോദിക്കണത്? അതായത് പണിക്കാരൻ എന്നോട് അയാൾ തെറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഓവർ ലീവ് ഒക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയങ്ങളിൽ മൂപ്പര് എന്തെങ്കിലും വായ്പ കാണിക്കണെങ്കിൽ അയാൾ ഇതേമാതിരി ഓനെ പറഞ്ഞ് മനസ്സിലാകണം ഞാന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാ? എന്നോട് പറയാ. എന്നോട് എന്ത് പറയാ? ഞാൻ അവനോട് കൊറേ പറഞ്ഞു കൊടുത്തിട്ട് ഓൻ മനസ്സിലാക്കണില്ല. കാരണം വെച്ചാൽ അതിന്റെ മെയിന്. അപ്പൊ ഓനക്ക് എന്ത് ചെയ്യാ? എന്നോട് പറയാനുള്ള അധികാരം ഉണ്ട്. കാരണം ഓൻ കണ്ട സംഗതിയാണ്. ഓൻ കണ്ട സംഗതി ഓന് എന്നോട് പറഞ്ഞു. അത് നിയമത്താവോ? അത് നിയമത്താവില്ല. അവിടാണ് നമുക്ക് അയമ്പെടുക്കണ്ടത്. ഞാൻ ഇന്നലെ പിന്നെ ഒരു വയന്ന് കേട്ടു. ആ പ്രസംഗത്തിൽ പറയണെന്ന് വെച്ചാല് നിങ്ങളെ തെറ്റ് ചെയ്തത് ആയിക്കോട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്ത് ആ പ്രശ്നമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിമർശിക്കാനുള്ള അധികാരമില്ല എന്നൊരു അത് നമീമത്താവുന്ന പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കണമെന്ന് പാടില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്താ അപ്പൊ ഞാൻ തെറ്റ് ചെയ്യണെങ്കിലേ അത് കണ്ടിട്ട് എന്നോട് മുണ്ടാതൊക്കെയാണെങ്കില് എന്താ പിന്നെ എനിക്ക് ആ തെറ്റ് എപ്പോഴെപ്പോഴും ഇനിയിപ്പൊ അങ്ങനല്ല. ഇനിയിപ്പൊ ഞാനാണ് തെറ്റ് കണ്ടിക്കണെങ്കില് എനിക്കത് ഇനിയിപ്പോ ഏത് മേഖലയിൽപ്പെട്ട ആളാണെങ്കിലും ഞാനാ തെറ്റുകൊണ്ട് വിചാരിച്ചു. ഒരു മേഖല ജോലി ആളാണെങ്കിൽ ആ മേഖല ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ആ ബന്ധപ്പെട്ട ആൾക്കാരോട് നമുക്ക് ഈ പരാതി ഉന്നയിച്ചൂടെ? അതെങ്ങനെ ഉന്നയിക്കലറിയോ? ഒരു തെറ്റ് കണ്ടാലേ ആദ്യം ആ വ്യക്തിനോട് അത് ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിന്റെ പരാതി ഉന്നയിക്കാനുള്ള അർഹതയില്ലേ? പിന്നൊരു എന്താ വെച്ചാല് ഇന്നിപ്പോ ഒരു തെറ്റ് കണ്ടു, അടുത്ത പ്രാവശ്യം ആ തെറ്റ് തന്നെ വരണമെന്നില്ല, വേറെ തെറ്റ് വരും. ആ തെറ്റ് ഇതിങ്ങനെ ഡെയിലി തെറ്റിങ്ങനെ വരുമ്പോ ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, 4ാമത്തെ പ്രാവശ്യത്ത് പിന്നെ ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ വിധി? എന്താ പറഞ്ഞു കൊടുത്തിട്ടും ആളാണെങ്കിലേ ഒരു ആലിമോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും ചോദിക്കുന്നതാണ് ആ തെറ്റ് പിന്നെ ആവർത്തിക്കുമ്പോ പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇത് പറഞ്ഞോ പിന്നെ മറ്റുള്ളവരുടെ പറഞ്ഞാൽ മതി. അതായത് ആരായാലും ഒരു തെറ്റ് ചെയ്താൽ അത് കണ്ടാലേ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിന്നെ അയാൾ ചെയ്യണേ ചെയ്യാൻ പാടില്ല. അല്ല നമുക്ക് ഞാൻ ചോദിക്കേണ്ടതല്ല, അത് വിമർശിക്കപ്പെടാൻ അർഹതയില്ലെന്ന് ചോദിക്കണ്ടേ? വിമർശിക്കപ്പെടുക പറഞ്ഞാല് എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും. കാരണം എന്റെ മേലൊരാള് എന്റെ മേലൊരാളുണ്ട്. എന്താ സംഗതി എന്താ വെച്ചാല് നമ്മളെ ഒരു ഉദാഹരണത്തിന്
പിന്നെ നമ്മളിപ്പോ ഒരു സംഘടന ഉണ്ടാക്കി വിചാരിച്ചോളെ. ആ സംഘടനയിൽ നമ്മളൊരു കമ്മിറ്റി ഒക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിലും സെക്രട്ടറി പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഇതിൽപ്പെട്ട സംഘടനയിൽപ്പെട്ട ഒരാള്, ഞാൻ ഉദാഹരണം പറഞ്ഞ സംഘടനയിൽപ്പെട്ട ഒരാള് ഒരു തെറ്റ് ചെയ്താലേ ആ തെറ്റിപ്പോ നമ്മളെ ഇതിൽപ്പെട്ട നമ്മളെ കമ്മിറ്റിയിൽപ്പെട്ട മെമ്പർമാരോ അല്ലെങ്കിൽ കമ്മിറ്റി പെടാത്ത ഒരാളോ ആരായാലും ആ തെറ്റ് കണ്ടാല് അയാൾ ഓനെന്ത് ചെയ്യും, ആദ്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. 1, 2, 3 വട്ടം പറഞ്ഞ് മനസ്സിലാക്കും. 4ാമത്തെ പ്രാവശ്യം അയാൾ അവനോട് പറയും, എന്തോടോ എന്നോട് 2-3 പ്രാവശ്യം ഞാൻ എന്നോട് പറഞ്ഞില്ലേ, എനിക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റൂലേ, അത് ചോദിക്കും. എന്നിട്ടും അയാൾ പിന്നെ തുടരുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ കമ്മിറ്റിപ്പെട്ട സെക്രട്ടറിനോടോ പ്രസിഡന്റ് നിങ്ങളെ കമ്മിറ്റിയില് പെട്ട ആരോടെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കണം. അതും പിന്നെ ഇപ്പൊ ഈ ഒരു വിഷയം അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മള് അതിനകത്തുള്ള ഔട്ട്ക്ക് ഇങ്ങനെ പോലെ പുറത്തേക്ക് പോകുമല്ലോ, സ്പ്രെഡ് ചെയ്യും. സ്വാഭാവിക മനുഷ്യന്റെ കാര്യമാണല്ലോ. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ മൂപ്പരോട് സംസാരിക്കുമ്പോ നിങ്ങളാണ് ആ വ്യക്തി ആയിരിക്കുക, ഞങ്ങളോട് ഇങ്ങനെ പറയണേ അങ്ങനെ ചെയ്ത് ശരിയായാലും ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം, ഇങ്ങനെ ആയ പറ്റൂല